എടക്കര അതോടൊപ്പം തന്നെ നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി യോഗങ്ങളാണ് ഇന്ന് ചേർന്നത്. അതിൽ പങ്കെടുത്തത് സംസ്ഥാന നേതാക്കളായിട്ടുള്ള എസ് സുരേഷ്, അതോടൊപ്പം തന്നെ രഞ്ജിത്ത്, കൂടാതെ ബി ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് പങ്കെടുത്തത്. എന്തായാലും പ്രാദേശിക നേതൃത്വത്തിന്റെ വികാരം മത്സരം അനിവാര്യമാണ്, മത്സരിക്കുന്നതാണ് ഉചിതമെന്നാണ്. അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം കോട്ടമുണ്ടാക്കും എന്നതാണ് BJP പ്രാദേശിക ഘടകത്തിന്റെ വിലയിരുത്തൽ. അവരത് അറിയിച്ചിട്ടുണ്ട്. ഇതിൽ BDJS-നോടാണ് ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നത്. BDJS അന്തിമ തീരുമാനം നാളെയാണ് പറയേണ്ടത്. പക്ഷേ അവർ മത്സരിക്കാനില്ല എന്ന സൂചനകളാണ് കിട്ടുന്നത്. പ്രബല വിഭാഗം മത്സരിക്കേണ്ട എന്ന നിലപാടെടുക്കുന്നു. ഈ ഘട്ടത്തിൽ BJP ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ട് വരും. BJP കേന്ദ്ര നേതൃത്വത്തോടും നിലപാട് തേടിയിട്ടുണ്ട്. അതിനുശേഷം ഞായറാഴ്ച നിലപാട് പറയും. മത്സരിക്കുന്നതിലേക്കാണ് പോകുന്നത് എന്ന സൂചനകളാണ് നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. പക്ഷേ അപ്പോഴും ഒരു അന്തിമ വ്യക്തതയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. ഇതിൽ ഇത്രയും മാസമേ ഉള്ളൂ, 8 മാസമേ ഉള്ളൂ എന്നൊക്കെയുള്ള കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഇതിൽ പ്രധാനമായും വരുന്ന കാര്യം ഒന്ന് എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റായി വന്ന ശേഷം നടക്കുന്ന ആദ്യ ഉപതെരഞ്ഞെടുപ്പാണ്. BJPക്ക് സംഘടനാപരമായി അത്ര സ്വാധീനം ഇല്ലാത്ത, അല്ലെങ്കിൽ സ്വാധീന കുറവുള്ള ഒരു മണ്ഡലമാണ്, C ക്ലാസ് മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ വോട്ട് ചോർച്ച ഉണ്ടായാൽ അത് തിരിച്ചടിയാകുമോ എന്ന ഭയം സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. പക്ഷേ അങ്ങനെ മത്സരിച്ചില്ലെങ്കിൽ ഈ വോട്ട് ചോർച്ച, വോട്ട് കച്ചവടം എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉയരുമോ എന്ന ആശങ്കയും BJP നേതൃത്വത്തെ ഇപ്പോൾ അലട്ടുന്നുണ്ട്. മാത്രമല്ല സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രദ്ധാകേന്ദ്രം നിലമ്പൂരിലേക്ക് മാറിയിരിക്കുന്നു. M സ്വരാജ് ഒരു വർഷം മത്സരിക്കുന്നു, അതോടൊപ്പം തന്നെ ആര്യൻ ഷൗക്കത്ത് മത്സരിക്കുന്നു. അപ്പോൾ BJP നിയമസഭയിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കുമെന്ന് അവകാശപ്പെടുന്ന പാർട്ടിയായ BJP ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്ന കാര്യം വന്നാൽ അത് തിരിച്ചടി ഈ വോട്ട് പറയുമ്പോഴും ഈ നല്ലൊരു ഫൈറ്റ് കാഴ്ചവെക്കണം. കാരണം BJPയെ സംബന്ധിച്ചോളം അവർ പറയുന്ന അവിടെ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അപ്പോൾ ശക്തി അറിയിക്കണം. നിർത്തിക്കഴിഞ്ഞാൽ, സ്ഥാനാർത്ഥി നിർത്തിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തേക്കാൾ വോട്ടെന്തെങ്കിലും ചോർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയൊരു തിരിച്ചടിയാവും. സംസ്ഥാന നേതൃത്വം അക്ഷരാർത്ഥത്തിൽ ഒരു വിഷമവൃത്തത്തിലാണെന്ന് പറയേണ്ടി വരും. കാരണം വോട്ട് ചോർച്ച ഉണ്ടായാൽ അത് വിശദീകരിക്കേണ്ടി വരും. പക്ഷേ സ്ഥാനാർത്ഥി ഉണ്ടായില്ലെങ്കിൽ ഈ വോട്ട് കച്ചവടമെന്ന ആരോപണം വരും. അപ്പോൾ ഇതിൽ തമ്മിൽ ഭേദം മത്സരിക്കുന്നതാണ് എന്ന ചിന്തയാണ് ഇപ്പോൾ നേതാക്കൾക്ക് ഉള്ളത്. ഇതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് രാജീവ് ചന്ദ്രശേഖറാണ്. കാരണം ഈ വോട്ട് ചോർന്നു എന്ന സംഭവം, അല്ലെങ്കിൽ വോട്ട് കച്ചവടം എന്ന ആരോപണം വന്നാൽ അത് പിടിച്ചേക്കാൻ ബുദ്ധിമുട്ടാകും. പക്ഷേ വോട്ട് കുറഞ്ഞാൽ അത് C ക്ലാസ് മണ്ഡലമാണ്, അതിന്റെ സാധ്യതകൾ ഒക്കെ തന്നെ പറഞ്ഞുകൊണ്ട് BJPയെ സംബന്ധിച്ചോളം ഒരു വല്ലാത്തൊരു വിഷമസന്ധിയിലേക്കാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണോ അതോ വേണ്ടയോ, എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്നത് സംബന്ധിച്ചൊക്കെ തന്നെ വലിയ ആശയക്കുഴപ്പം നിൽക്കുകയാണ്.